ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മേഡം അത്യാവശ്യമായിട്ടൊന്ന് വന്ന വലിയ ഉപകാരമായിരുന്നു. മേഡം പറഞ്ഞ ചിപ്പിമോള് കേക്കും. ഇപ്പോ മോക്ക് എങ്ങനെയുണ്ട്? തൊട്ടാ പൊള്ളുന്ന പനിയാ, മൂടി പൊതച്ച് കിടക്കുക. നമുക്ക് ചാരിയിരിക്കും. മോള് തന്നെ കഴിക്കും. ഈ വെള്ളം കുടിച്ചേ. മോളിവിടെ ഇരിക്കും. ആന്റി ഒരു തുണി എടുത്ത് നനച്ച് നെറ്റിയിലിട്ട് തരാം കേട്ടോ. ചൂട് കുറയുമ്പോ നമുക്ക് ആശുപത്രിയിൽ പോവാം. പോയേ പറ്റൂ. മോളിനി ഒന്നും പറയണ്ട. മോള് കിടന്നോട്ടോ, ആന്റി ഇപ്പൊ വരാം. അയ്യോ മോളെ, എന്തു പറ്റി മോളെ? എന്താ? സാരമില്ല കേട്ടോ, സാരമില്ല സാരമില്ല, പോട്ടെ പോട്ടെ, സാരമില്ല കേട്ടോ. മോള് കിടന്നോട്ടോ, പതുക്കെ പതുക്കെ. ഒരു മിനിറ്റ്. കിടന്നോട്ടോ. മോള് കിടന്നോട്ടോ. ആന്റി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ. ആകെ വെള്ളം മാത്രമേ ഉള്ളൂല്ലോ. ഇന്നലെ രാത്രി ഒരു വാക്ക് കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ചിപ്പിമോള് ആശുപത്രി പോവാൻ സമ്മതിക്കില്ല. പിന്നെ ആര് പറഞ്ഞാലാ മോള് കേൾക്കുക? അവളുടെ കൂട്ടുകാരികളുടെ ആരുടെയും വീട്ടിൽ വിളിച്ചാലോ? ഗൗരിമോളുടെ അമ്മയെ വിളിക്കാം. ഹലോ, ആരാ? സമൃദ്ധ മേഡം അല്ലേ ഇത്? അതെ, നിങ്ങളാരാ? എന്റെ പേര് ജെനി. ഞാൻ അവന്തിക മേഡത്തിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുക. ചിപ്പിമോളുടെ ഡയറിന്നാ നമ്പർ കിട്ടിയത്. എന്തായിരുന്നു കാര്യം? ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോ മേഡം ഇവിടെ വന്ന് അവന്തിക മേഡത്തിനെ നോക്കിയതൊക്കെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യമായി മേഡത്തിന്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? ചിപ്പിമോൾക്ക് നല്ല പനിയാ. അവന്തിക മേഡം ആണെങ്കിൽ സ്ഥലത്തില്ല, ഒരു മീറ്റിങ്ങിന് പോയേക്ക. ഇന്നലെ മുതല് മോൾ അമ്മയോട് പിണങ്ങി കിടക്കുക. ഇപ്പോ രാവിലെ ആണെങ്കിൽ നല്ല പനി. ആശുപത്രി പോവാന്ന് പറഞ്ഞിട്ട് മോള് സമ്മതിക്കുന്നേ ഇല്ല. എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മാഡം. മേഡം അത്യാവശ്യമായിട്ടൊന്ന് വന്ന വലിയ ഉപകാരമായിരുന്നു. മേഡം പറഞ്ഞ ചിപ്പിമോള് കേക്കും. ഇപ്പോ മോക്ക് എങ്ങനെയുണ്ട്? തൊട്ടാ പൊള്ളുന്ന പനിയാ, മൂടി പൊതച്ച് കിടക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും മോള് കേൾക്കുന്നില്ല. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓക്കെ മാഡം, താങ്ക് യു.
അച്ഛൻ ആരെയായി നോക്കുന്നേ? ആ ചിപ്പിയെ. സാധാരണ നമ്മൾ വരുമ്പോ അവൾ ഓടി വരുന്നതല്ലേ. ഇന്നിപ്പോ എവിടെ പോയി? ചിപ്പി ചിലപ്പോ വന്നു കാണില്ല. ആരാധ്യ, എന്താ അമ്മോ? ചിപ്പി ക്ലാസ്സിലുണ്ടോ? ഇല്ലല്ലോ. ചിപ്പി വന്നിട്ടില്ലല്ലോ. ആ എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ. ഓക്കെ ബൈ അച്ഛാ. ബൈ. സച്ചേച്ച വൈകിട്ട് കാണാവേ. ആ. ഇതുവരെ ഇല്ലാത്തൊരു മാറ്റമാ ഗോകുലിന്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്. ഇത്രയും കാലം സ്വന്തം മോളുടെ അമ്മയായിട്ട് ജീവിച്ചിട്ടും അവളെ ഭാര്യയായിട്ട് കാണാൻ അവൻ തയ്യാറായിരുന്നില്ല. എന്നാ ഇപ്പൊ അത് മാറി. സമൃദ്ധയുടെ കാര്യം നിങ്ങളാരെങ്കിലും തുറന്ന് സംസാരിച്ചോ? അതാ ഇപ്പൊ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷമുള്ള സമൃദ്ധ പഴയ സമൃദ്ധയല്ല. ഇപ്പോ ഏതു സമയവും ഗോകുലിന്റെയും മോളുടെയും കാര്യങ്ങൾ മാത്രമേ അവൾക്കുള്ളൂ. ഇനിയും ഗോകുലിനെ വിവാഹം കഴിക്കണോന്ന് അവളോട് എങ്ങനെ പറയും? താൻ ഗോകുലിന്റെ ഭാര്യ എന്ന് തന്നെയാണല്ലോ അവളുടെ വിശ്വാസം. താൻ ആരാണെന്നൊരു സംശയം പോലും ഇപ്പോ സമൃദ്ധയ്ക്കില്ലല്ലേ? ഇല്ല, പഴയതെല്ലാം അവള് മറന്നുപോയി. അങ്ങനെ വെറുതെ മറന്നുപോയല്ലോ, മായ്ച്ചു കളഞ്ഞല്ലേ. ഇനിയൊരിക്കലും അവള് പഴയതെന്ന് ഓർക്കില്ല എന്ന് ഒരു ഉറപ്പോടെ ആ ഡോക്ടറെ അവളെ പുതിയൊരാളാക്കി മാറ്റി. സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റമാണ്. പോലീസിനെ വേണമെങ്കിൽ കേസെടുക്കാം. ആ എന്നാ പിന്നെ എന്റെ അമ്മയുടെയും പേരില് രാജീവേട്ടനൊരു കേസ് അങ്ങോട്ട് എടുക്ക്. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നറിയോ? നിന്റെ അമ്മയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അല്ലാതെന്താ? സ്വന്തം മകന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ നിന്റെ അമ്മ എന്തും ചെയ്യും. ആ അതുകൊണ്ടേ ഗുണമുണ്ടായത് നമുക്കല്ലേ. എത്രയും വേഗം അവൾ ഗോകുലിന്റെ ഭാര്യയാകുന്നു അത്രയും വേഗം നമ്മുടെ മുന്നിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇനി ഒരിക്കലും ആരും അവളെ അന്വേഷിച്ചു വരില്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇനിയും അവളെ അന്വേഷിച്ച് ആര് വരാനാ?